ഞങ്ങളിപ്പോൾ ഡെസേർട്ട് ഡ്രൈവിലാണ്. എന്താ പറയാ, ഒരടിപൊളി യാത്രയാണ്, ഒന്നും പറയല്ല. പൊള്ളി റൈഡാണ്, അടിപൊളി വൈബാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ യാത്ര തന്നെയാണ് ഡെസേർട്ട് ഡ്രൈവ്. വൺസ് എന്തായാലും എല്ലാവരും റൈഡ് നടത്തിയിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് എന്തായാലും. ഇതാണ് നമ്മുടെ മച്ചാനെ നമ്മളെ കൊണ്ടുപോകുന്നത്. പ്ലേസ് ഞാൻ ചവിട്ടി പിടിച്ചിട്ടായിരിക്കണം. അപ്പൊ എനിക്കണ്ട അപ്പോൾ നമ്മുടെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്യാമ്പ്. ഇനിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്, പുറത്തും അകത്തുമായിട്ടാണ്. സോ നമുക്ക് എൻജോയ് ചെയ്യാം. ഹലോ ബോസ്, അപ്പോൾ ഇന്ന് ഈദിന്റെ പരിപാടിയായിട്ട് ഞങ്ങളെല്ലാവരും ഡെസേർട്ട് സവാരിയിലാണ്. ഇവിടെ നമ്മുടെ ദുബായിലെ ഒരു ഡെസേർട്ട് സവാരിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല പൊളി വൈബാണ്. അപ്പോൾ ചില്ലായിട്ട് ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹാപ്പി ഈദ് മുബാറക്. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ, അടിപൊളി യാത്ര. നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ഇവിടെ കൊടുന്ന് എത്തിക്കുന്നുണ്ട് ഓരോ ഡ്രൈവേഴ്സും. ഫുള്ളി പാകിസ്ഥാൻ ഡ്രൈവേഴ്സാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് എല്ലാം. നല്ല പൊള്ളി വൈബാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണാനും തന്നെ ഭയങ്കര രസമാണ്. ഞാൻ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വീഡിയോസൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതോ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. നല്ല പൊള്ളിയാണ് മച്ചന്മാരെ, ഒന്നും പറയല്ല. ദുബായിലെ ഡെസേർട്ടിലാണ്. ഇവിടെ പൊളി വൈബാണ്. ഈദ് ഡേയിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൈബാണ് ഇവിടെ കാണുന്നത്. സംഭവം വെച്ചാൽ നമ്മൾ ഡെസേർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള വൈബ് അതാണ് നമ്മുടെ ക്യാമ്പ്. അതിൻ്റെ ഉള്ളിലാണ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത്. പക്ഷേ നമ്മൾ വരുന്ന വഴി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുന്നതാണ്. ആ വണ്ടിയിലൂടെ വരുന്ന ഡെസേർട്ടിലെ ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, ഫാന്റാസ്റ്റിക്. നിങ്ങൾ ഇവിടെ ദുബായിലുണ്ടെങ്കിൽ, യുഎഇയിലുണ്ടെങ്കിൽ വൺസ് നിങ്ങൾ നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. ഫാമിലി സഹിതം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊള്ളി പ്രോഗ്രാമാണ്. ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഫുഡ് ഫ്രീ ആണ്. ഒരു 64-70 ദിർഹം ഉണ്ടെങ്കിൽ പൊള്ളിയായിട്ട് ചെയ്യാം. പിന്നെ 100 ബട്ട്സ് ഉണ്ടെങ്കിൽ നല്ല ലാവിഷായിട്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. സോ ആരും മിസ് ചെയ്യരുത്. ഇതുപോലുള്ള ക്യാമ്പ്സ് ഡെയിലി ഉണ്ട്, ഇതിന് മാത്രമല്ല. സോ നിങ്ങൾ സെർച്ച് ചെയ്യാം, നല്ല ക്യാമ്പ്സ് നോക്കി വരിക. പൊള്ളി വൈബായിരിക്കും. ലെറ്റ്സ് എൻജോയ് വിത്ത് പോസിറ്റീവ് വൈബ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിനാളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. ഇതെന്താ ആനല്ലേ? ഒന്നും പറയല്ല, ഒട്ടക പുറത്തുള്ള യാത്ര. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങളിതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നിന്റെ തലയിലെന്താ കറച്ചിട്ടിയ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ, വീണ തലക്കൊന്നും പറ്റില്ലല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ടാൻ. പെണ്ണിനെ വളക്കാനല്ല, കുതിരനെ വളക്കാൻ. ഓ, ഫാൽക്കണാണ്. ഓക്കെ മച്ചാനെ, ഇവിടെ വരിക. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക. സൂപ്പർ. കൊത്തൂടാ. നമുക്ക് ഇരിക്കാം. അപ്പൊ ഞങ്ങള് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വിശ്വാസമാണ്. പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ
അതിനുശേഷം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഏകദേശം വൈകിട്ട് സമയം കുറച്ചും കൂടി ഇരുട്ടിയ ശേഷം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ വീണ്ടും പുറത്തിറങ്ങി പുറത്തെ ആക്ടിവിറ്റീസിൽ വീണ്ടും ഒന്ന് എൻഗേജ്ഡ് ആയി. ഫസ്റ്റ് ഞങ്ങളുടെ വീണ്ടും നമ്മുടെ ഒട്ടകത്തിൻ്റെ മേലെ രണ്ടാൾ കയറി മാക്സിമം മുതലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ യുവന്മാർ മാക്സിമം അതിൻ്റെ പീക്കിൽ മുതലാക്കിയിട്ടുണ്ട്. 2-3 പ്രാവശ്യത്തെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. കാരണം ഒരു മിനിറ്റോളം ഫ്രീ ആണ്. ഒട്ടകം വളരെ ക്ഷീണിതനായിരുന്നു, എണീറ്റിരുന്നില്ല. പിന്നീട് അങ്ങനെ തട്ടിമുട്ടി അത് അങ്ങ് എണീറ്റു. മാക്സിമം എന്താ പറയുക, എൻജോയ് ചെയ്യേണ്ടതിൻ്റെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആഫ്രിക്കൻ കപ്പിൾസ് വന്നിരുന്നു. സോ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിർത്തി ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത്. സോ വളരെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം സാൻഡ് ബോർഡിങ്ങും എല്ലാം ഫ്രീ ആണ്. പിന്നെ ബൈക്കിന് ക്യാഷ് വരും, ബാക്കിയെല്ലാം ഫ്രീ ആണ്. ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല പൊള്ളി വൈബായിരുന്നു. സമയം ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും ക്യാമ്പിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ച് കയറി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ആളുകളെല്ലാം അത്യാവശ്യം ആളുകളെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ 4 പേരുണ്ടല്ലോ, ഇവർ തായ്ലാൻഡിൽ നിന്നുള്ളവരാണ്. ഭയങ്കര ജോയ് ആയിരുന്നു. ഈ പ്രോഗ്രാം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഭയങ്കരമായിട്ട് ആളുകളെല്ലാം ആകർഷിച്ചിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങണമെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബെല്ലി ഡാൻസ് ആണ്. സോ കാണാം. ഓക്കെ.
ചാനൽ കാണുക. സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇനിയും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. ഈദ് മുബാറക്.